ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങളിലേക്ക് പോകാം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോൾ നമുക്ക് കുറേ ഒരു പ്രൊട്ടക്ഷനാണ്. അതൊരു നാരായണ കവചം തന്നെയാണ്. ഭഗവാൻ തരുന്ന ഒരു കവചമാണ്. പല ദുരിതങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു കവചമാണ്. അപ്പോൾ ആ കവചം നമ്മളെ വളരെ നല്ലതാക്കി നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഓം വിഷം വിഷ്ണുർവഷത്കാരോ ഭൂതഭവ്യഭവത്പ്രഭോ ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹോപ ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർബോധാദിർനിദ്രവ്യ സംഭവ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂഷംപുരാദിത്യ പുഷ്കരാക്ഷോ മഹാസന അനാധിന്ധനോ ധാതാ വിധാതാദാതുരുത്തമ അപ്രമേയോ ഋഷികേശ പത്മനാഭോ അമരപ്രഭു വിശ്വകർമ്മ മനസ്തഷ്ട സ്തവിഷ്ടസ്തവിരോ ധ്രുവ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷപ്രദാർദ്ധന പ്രഭൂത ശ്രീഗുബ്ധാമ പവിത്രം മംഗളം പരം ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ശ്രേഷ്ഠ എന്ന് പറയുന്നതിൻ്റെ നാമമാണ് നമ്മൾ പറഞ്ഞത്. ഭഗവാൻ എല്ലാവരെയും സകല ജീവന്മാരെയും നിലനിർത്തുന്ന ഭഗവാൻ ശ്രേഷ്ഠനാണ്. ഇനി അടുത്ത നാമമാണ് 69 പ്രജാപതി. അപ്പോൾ സകല ജീവന്മാരുടെയും പതി, അതാണ് പ്രജാപതി. ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്നു. എന്നാൽ ബ്രഹ്മാവാണ് മറ്റ് പ്രജാപതിമാരെ സൃഷ്ടിച്ചത്. ദക്ഷ പ്രജാപതി എന്നൊക്കെ കേട്ടിട്ടില്ല. അതുപോലെ ആ പ്രജാപതിമാരിലൂടെയാണ് ഇവിടെ സൃഷ്ടി വിപുലീകൃതമായത്. അപ്പോൾ എല്ലാവരെയും സംരക്ഷിച്ച് നിർത്തുന്ന ആ ഒരു ഭഗവാൻ, അതായത് പതിയായ ഭഗവാൻ, അതാണ് പ്രജകളുടെ പതി, അതാണ് പ്രജാപതി. ഇനി 70ാമത്തെ നാമം ഹിരണ്യഗർഭ. ഹിരണ്യഗർഭ എന്ന് പറയുമ്പോൾ സകല പ്രപഞ്ചങ്ങളുടെയും സൂക്ഷ്മാംശം ഭഗവാൻ ഉള്ളിൽ വഹിച്ചിരിക്കുന്നു. അതാണ് ഹിരണ്യഗർഭനായ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഓരോ കൽപ്പത്തിലും യോഗനിദ്രയിലേക്ക് പോകുമെന്നും ആ കൽപ്പാവസാനത്തിൽ ആ പ്രളയത്തിന് ശേഷം വീണ്ടും ഒരു കൽപ്പം ആരംഭിക്കുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ഹിരണ്യഗർഭൻ എന്ന രൂപത്തിൽ ബ്രഹ്മാവായിട്ട് ഭഗവാൻ ആവിർഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കൽപ്പവും തുടങ്ങുമ്പോൾ ഹിരണ്യഗർഭനായിട്ട് ബ്രഹ്മാവ് ആവിർഭവിക്കുന്നു. അതിൽ നിന്നാണ് പിന്നെ പുതിയ സൃഷ്ടി വിപുലീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ഇത് ഭാഗവതത്തിലാണ് ഇങ്ങനെ പറയുന്നിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാണ്ഡ രൂപമായ ഹിരൺമയമായിട്ടുള്ള അണ്ഡത്തിൻ്റെ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്ന ഭഗവാനാണ് ഹിരണ്യഗർഭൻ. എല്ലാം ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു. ഒരു പ്രളയം വരുമ്പോഴും എല്ലാം പോയി ചേരുന്നത് ഭഗവാനിലാണ്. പിന്നെ എല്ലാം സൃഷ്ടിയും വരുന്നതും ഭഗവാനിൽ നിന്നാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഭൂഗർഭ 71. ആരുടെ ഗർഭത്തിൽ ഭൂമി ആരുടെ ഗർഭത്തിൽ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവോ ആ ഭഗവാൻ. അപ്പോൾ ഭൂമി ഉൾപ്പെടെയുള്ള അനേകം ബ്രഹ്മാണ്ടങ്ങൾ യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാന്റെ ആ ഒരു കുക്ഷിയിൽ ലീനമായി കിടക്കുന്നു. ഭഗവാന്റെ വയറിലാണ് എല്ലാം ലീനമായിട്ട് കിടക്കുന്നത്. ഭഗവാന്റെ ഒരു ഈക്ഷണത്തിൽ, ഒരു ദർശനത്തിൽ തന്നെ യോഗമായ ശക്തിയും കാലശക്തിയും ചേർന്ന് ബ്രഹ്മാണ്ടങ്ങളെ സ്ഥൂല രൂപത്തിലേക്ക് ആവിഷ്കരിക്കുന്നു. അപ്പോൾ യോഗമായ ശക്തിയും കാലശക്തിയും കൂടെ ചേർന്നിട്ടാണ് ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സ്ഥൂല രൂപത്തിൽ പ്രപഞ്ചം വീണ്ടും ആവിഷ്കരിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് ഭൂഗർഭ എന്ന് പറയുന്നത്. എല്ലാം ഭഗവാനിലാണ്. മാധവ 72. മായുടെ ധവൻ, അതായത് മാ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ പതി ആണ് ഭഗവാൻ എന്നർത്ഥം. മായുടെ ധവൻ, മഹാലക്ഷ്മി. ധവൻ എന്ന് പറയുമ്പോൾ പതി. അപ്പോൾ മഹാലക്ഷ്മിയുടെ പതിയാണ് ഭഗവാൻ. ഇനി മധുവിദ്യാമാർഗേണ അറിയപ്പെടാൻ യോഗ്യനായിട്ടുള്ളവൻ. മധുവിദ്യാമാർഗം എന്ന് പറയുമ്പോൾ അതൊരു ഒരു മാർഗമാണ്. ആ മാർഗത്തിൽ മൗനം, ധ്യാനം, യോഗം
ഈ അനുഷ്ഠാനങ്ങളിലൂടെ ആത്മസാക്ഷാത്കാരം പ്രാപിക്കാനുള്ള മൗനം, ധ്യാനം, യോഗം ഈ വഴികളിലൂടെ ആത്മസാക്ഷാത്കാരം പ്രാപിക്കാനുള്ള ഒരു മാർഗത്തിനാണ് മധുവിദ്യാ മാർഗം എന്ന് പറയുക. ആ മാർഗത്തിലൂടെ പ്രാപിക്കാൻ കഴിയുന്ന ഭഗവാൻ എന്നാണ് മാധവ എന്ന് പറയുമ്പോൾ അങ്ങനെയും നമുക്കതിനെ എടുക്കാം. ഇനി അടുത്തത് 73ാമത്തെ നാമം മധുസൂദന. മധു എന്ന അസുരനെ സൂദനം ചെയ്തവൻ, വധിച്ചവൻ എന്നാണ് അർത്ഥം. വിഷ്ണു ഭഗവാന്റെ യോഗനിദ്രയിലിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ കർണാമലം, കർണത്തിനകത്തുള്ള ആ ചെളി, അതാണ് കർണാമലം. കർണാമലത്തിൽ നിന്ന് വന്ന 2 അസുരന്മാരാണ് മധുവും കൈടഭനും. ഈ മധു കൈടഭന്മാരെ വധിക്കാനാണ് ദേവി മഹാമായാശക്തി പ്രയോഗിച്ച് അവരെ വധിച്ചു. അങ്ങനെ ആ ദേവി ഉണ്ടായത് തന്നെ ഭഗവാനിൽ നിന്നാണ് എന്ന് പറയുന്നു. അപ്പോൾ അവർ സുരന്മാരും മനുഷ്യരും ഋഷിഗണങ്ങളും എല്ലാം ഈ മധുസൂദനനായ ഭഗവാൻ മധു കൈടഭന്മാരെ വധിച്ചതിൽ സന്തോഷിക്കുന്നതെല്ലാം നമ്മൾ ഈ ദേവി മഹാത്മ്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് മധുസൂദന, മധു എന്ന അസുരനെ വധിച്ചവൻ എന്നർത്ഥം. ഇനി അടുത്തത് 74ാമത്തെ നാമം ഈശ്വര. സർവശക്തൻ എന്ന അർത്ഥത്തിലാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഐശ്വര്യം എന്ന ഗുണം ഭഗവാന്റെയാണ്. ഈ നമ്മൾ 6 ഗുണങ്ങൾ ഉള്ളവനാണ്. ഭഗമുള്ളവൻ ഭഗവാൻ എന്ന് പറയും. ഭഗം എന്ന് പറയുമ്പോൾ 6 ഗുണങ്ങൾ: ഐശ്വര്യം, ജ്ഞാനം, വീര്യം, ശക്തി, വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ആ 6 ഗുണങ്ങളിൽ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു ഗുണം അത് ഭഗവാനിൽ പൂർണ്ണമായിട്ടും ഉള്ളതിനാൽ അതാണ് ഈശ്വരീയമായ ഭാവം. അതിനാണ് ഈശ്വരത്വം എന്ന് പറയുന്നത്. സകല ചരാചരങ്ങളെയും തൻ്റെ നിയന്ത്രണത്തിൽ നിലനിർത്തുന്നു. കർമ്മത്തെയും കർമ്മഫലത്തെയും ഫലം കൊണ്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഭരണശ്രേഷ്ഠൻ എന്നും ആ ഒരു അർത്ഥമുണ്ട്. ഈശ്വരൻ ഭരണശ്രേഷ്ഠൻ എന്നും അർത്ഥമുണ്ട്. ഈശ്വരീയ ഭാവമുള്ളവൻ എന്നും അർത്ഥമുണ്ട്. സർവശക്തൻ എന്നും അർത്ഥമുണ്ട്. ഐശ്വര്യം എന്ന ഗുണം ഭഗവാനിലുള്ളത് കൊണ്ട് ഈശ്വരൻ അങ്ങനെയും പറയാം. അപ്പം ഇനി 75ാമത്തെ നാമം വിക്രമി. വിക്രമി എന്ന് പറയുമ്പോൾ ശൗര്യമുള്ളവനാണ് വിക്രമി. അതായത് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. പ്രപഞ്ച ശക്തികളെ തൻ്റെ എല്ലാത്തിനെയും തൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് ഭഗവാൻ നിർത്തുന്നു. അങ്ങനെ ഒരു ശൗര്യം ഉള്ള സാമർഥ്യമുള്ള ആളായതുകൊണ്ടാണ് ഭഗവാനെ വിക്രമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി 76ാമത്തെ നാമം ധന്വി. ധനുസ് ധരിച്ചവനാണ് ധന്വി. ആയുധധാരികളിൽ രാമനാണ് ധനുസ് ഏന്തിയ രാമൻ, കോദണ്ഡരാമൻ എന്ന് പറയും. അതായത് രാമൻ അമ്പും വില്ലും ഏന്തിയ രാമനെയാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ളത്. അപ്പോൾ രാമൻ ധരിക്കുന്ന ദണ്ഡിൻ്റെ പേരാണ് കോദണ്ഡം. എന്നാൽ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു രൂപത്തിൽ ധനുസില്ല. എന്നാൽ അഷ്ടബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ധനുസ് വരുന്നുണ്ട്. ആ ധനുസ്, മഹാവിഷ്ണുവിൻ്റെ ധനുസ്സാണ് ശാർഗധന്നം. അപ്പോൾ ശാർഗം എന്ന ധനുസ്സാണ്. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിന് വേറൊരു പേര് ശാർഗധന്വൻ എന്ന്. അപ്പോൾ അതായത് പരമാത്മാവ് തന്നെയാണ് ഈ ഭഗവാനായിട്ടുള്ള ധനുർധാരിയായിട്ടുള്ള ധന്വി. ശാർഗം എന്ന ധനുസിനെ ധരിച്ച മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ കാണിക്കുന്ന ധന്വി, ധനുസ് ധരിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 77ാമത്തെ നാമം മേധാവി. മേധയുള്ളവൻ എന്നാണ് അർത്ഥം. മേധ എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തിയാണ്. മേധാസൂക്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഡെയിലി ജപിക്കുമ്പോൾ ആ കുട്ടികളിൽ ബുദ്ധിശക്തി പ്രബലമാകും. അതുകൊണ്ടാണ് മേധാസൂക്തം ജപിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മേധാവി എന്ന് പറയുമ്പോൾ മേധയുള്ളവൻ എന്നാണ് അർത്ഥം. മേധാശക്തി എന്നാൽ ബുദ്ധിയിൽ ആർജിച്ചു വച്ചിട്ടുള്ള ജ്ഞാനം എന്ന് പറയാം. ആ മേധാവിത്വം ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. ഇനി 78ാമത്തെ നാമം വിക്രമ. ജഗത്തിൻ്റെ ലംഘനം ചെയ്തതുകൊണ്ട് ഭഗവാൻ വിക്രമനാണ്. അതായത് സംസാര ലംഘനം, ഈ സംസാരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതെയാക്കാൻ ഭഗവാനെ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വിക്രമ എന്ന് പറയുന്നത്. സംസാര ലംഘനം സാധിക്കുന്ന ഭഗവാന് മാത്രമാണ്. ഈ സാമർഥ്യം പ്രകടിപ്പിക്കുന്നത് ഭഗവാന്റെ വാമനാവതാരത്തിൽ ത്രിവിക്രമൻ എന്ന് പറയും. 3 ലോകങ്ങളെയും അതിക്രമിക്കാൻ കഴിയുന്ന ഭഗവാൻ.
അതുകൊണ്ടാണ് ത്രിവിക്രമൻ. അങ്ങനെ കീഴടക്കിയാണ് തൻ്റെ ഭക്തനായ മഹാബലിയെ സുതലം എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ലോകത്തിലേക്ക് അയച്ചത്. അല്ലാതെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടില്ല, അങ്ങനെ ഭാഗവതത്തിൽ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി 79ാമത്തെ നാമം ക്രമണം ചെയ്യുന്നതിന്, ലംഘനം ചെയ്യുന്നതിന് കാരണമായവൻ. അപ്പോൾ ഓരോ ജീവൻ്റെയും പാദചലനം കൊണ്ട് ധാവനം ചെയ്യുന്ന ഭഗവാന്റെ ചൈതന്യത്തിലാണ്. അപ്പോൾ നമ്മളുടെ ഓരോ കാൽവയ്പ്പും ഭഗവാന്റെ ചൈതന്യത്താലാണ് നടക്കുന്നത്. അതാണ് ക്രമ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഒരു അധിഷ്ഠാന ദേവതയുണ്ട്. അപ്പോൾ പാദത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് വിഷ്ണുവാണ്. അതാണ് ക്രമ എന്ന് പറയുന്നത്. അപ്പോൾ ക്രമണം ചെയ്യുന്നതിന് കാരണമായ ഭഗവാൻ. ക്രമണം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചലനം എന്നൊക്കെ പറയാം. അതിന് കാരണമായ, അല്ലെങ്കിൽ ചലനം കൊണ്ട്, ഓരോ ജീവൻ്റെയും പാദചലനം കൊണ്ട് ധാവനം ചെയ്യുന്നത് ഭഗവാന്റെ ചൈതന്യത്താലാണ്. അപ്പോൾ ഭഗവാന്റെ ചൈതന്യത്താലാണ് ഓരോ ജീവനും തൻ്റെ പാദചലനം കൊണ്ട് ചലനം എന്ന ഒരു ചലനം സാധ്യമാക്കുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഭഗവാൻ. അപ്പോൾ പാദം എന്ന് പറയുന്നതിൻ്റെ അധിഷ്ഠാന ദേവത ഭഗവാനാണ്, വിഷ്ണുവാണ്. അതുകൊണ്ടാണ് ക്രമ എന്ന് പറയുന്ന ഒരു നാമം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു, വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കുറച്ചായിട്ട് നീങ്ങിപ്പോകുന്നതും നമ്മുടെ ജീവിതം വളരെ ഐശ്വര്യപൂർണ്ണമാകുന്നതും നമുക്ക് കാണാം. ഓം വിശ്വം വിഷ്ണുർവഷത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭോ ഭൂതഗ്രത് ഭൂതഭ്രദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.